ഞാൻ വരാം. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജനത്തിനൊപ്പമുണ്ട്. കെ.സി. വേണുഗോപാൽ, നിതിൻ, എന്താണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്? പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ, അവരുടെ അവരുടെ സംസാരങ്ങൾ, കാര്യങ്ങൾ, രീതികൾ അവിടെ അദ്ദേഹം പറയാറുണ്ട്. ഗോപി, അല്പസമയത്തിനകം കെ.സി. വേണുഗോപാൽ ഇപ്പോൾ 24-നൊപ്പം ചേരും. എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വരാനുണ്ടായ സാഹചര്യം, റായ്ബറേലി നിലനിർത്തുന്നതിന്റെ രാഷ്ട്രീയം, ഇതടക്കം കെ.സി. വേണുഗോപാൽ, സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഇപ്പോൾ 24-നൊപ്പം സംസാരിക്കും. എന്തായാലും അദ്ദേഹം ഇപ്പോൾ മറ്റൊരു മാധ്യമത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്തായാലും 24-നൊപ്പം ചേരാമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഒരു സുപ്രധാനപ്പെട്ട തീരുമാനമാണ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയും ഒപ്പം തന്നെ ഉത്തരേന്ത്യയെ പോലെ തന്നെ ദക്ഷിണേന്ത്യയിലും നെഹ്റു കുടുംബത്തിന്റെ ഒരു പ്രാതിനിധ്യം വരുന്നു എന്നും മനസ്സിലാക്കുന്നു. എന്തായാലും കെ.സി. വേണുഗോപാൽ ഇപ്പോൾ 24-ഒപ്പം ചേരുന്നു. എന്താണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കേണ്ട സാഹചര്യം? സാഹചര്യം എന്ന് പറഞ്ഞാൽ വയനാട് സീറ്റ് ഒഴിയുന്നു രാഹുൽ ഗാന്ധി. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണം. ആ സ്ഥാനാർത്ഥിത്വം വയനാട്ടിൽ ഇപ്പോൾ എന്തായാലും പറ്റിയ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി തന്നെയാണ്. ഇന്ത്യയിൽ ശക്തമായി കഴിഞ്ഞ 2024 തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ പോരാട്ടമുഖം പ്രിയങ്ക ഗാന്ധി തുറന്നത് നമ്മളെല്ലാം കണ്ടതാണ്. രാജ്യവ്യാപകമായി കൊടുങ്കാറ്റ് പോലെ പ്രചരണം നടത്തി ശക്തമായിട്ടുള്ള വാക്കുകളിലൂടെ തിരഞ്ഞെടുപ്പിൻ്റെ ഗതി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് പ്രിയങ്ക ഗാന്ധി. മാത്രമല്ല, കേരളത്തിൽ വയനാട് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ റായ്ബറേലിയിൽ നിർത്താൻ തീരുമാനിക്കുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ശക്തയായിട്ടുള്ള നേതാവിനെ തന്നെ കൊടുക്കുകയാണ്. നേരത്തെ സോണിയാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നു. ലാസ്റ്റ് റായ്ബറേലി മാത്രമാണ് നിലനിർത്തിയത്. അപ്പോഴും ഒരു ഗാന്ധി കുടുംബത്തെ തുടർച്ച മണ്ഡലങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ വയനാട് ഒരു വ്യത്യസ്തമായി പ്രിയങ്കയിലേക്ക് കൊണ്ടുവരുമ്പോൾ ദക്ഷിണേന്ത്യയിലും ഈ ഗാന്ധി കുടുംബത്തിന്റെ ഒരു സാന്നിധ്യം ഉറപ്പിക്കുകയാണോ? അല്ല, സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഞാൻ പറഞ്ഞില്ല, വയനാട്ടിലെ ജനങ്ങൾ ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ യാത്രയിൽ വയനാട് ഒഴിയുന്നതാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി പരിഗണന കേരളത്തിലെ UDF നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് എല്ലാം അവരുടെയൊക്കെ തന്നെ ആശയങ്ങൾ പങ്കുവച്ചതാണ്. അപ്പോൾ അതെല്ലാം കൂടി കണക്കിലെടുത്ത് തന്നെയാണ് വയനാട്ടിലേക്ക് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധി പാർലമെന്റ് ഉണ്ടാവുന്നു, പാർലമെന്റ് ശക്തി പകരുകയും ചെയ്തു. പുറത്ത് ഇന്ത്യ കൂട്ടായ്മ ഒന്നിച്ചു നിൽക്കുകയും ഇവിടെ മത്സരം കാഴ്ചവെക്കുകയും ചെയ്യുന്നു എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. അപ്പോൾ ഇത്തവണയും LDFന്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ പുതിയ സാഹചര്യത്തിലും LDF ആയിരിക്കും പ്രധാന എതിരാളിയായി നിൽക്കുക എന്നതിൽ കെ.സി. വേണുഗോപാലിന് എന്താണ് പറയാനുള്ളത്? വീണ്ടും മത്സരിപ്പിക്കാൻ അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ബിനോയ് വിശ്വം അല്പസമയം പ്രതികരിച്ചത് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ്. അപ്പോൾ എന്താണ് അതിൽ കെ.സിയുടെ പ്രതികരണം? അല്ല, അത് ഞാനിപ്പോൾ LDF എടുക്കുന്ന തീരുമാനത്തെ ഞാൻ എന്തിനാ കുറ്റപ്പെടുത്തി പറയുന്നത്? അത് അവരുടെ രാഷ്ട്രീയ തീരുമാനം. പക്ഷേ അവർ രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞ ഭാഷ ഉപയോഗിക്കാതിരുന്നാൽ അവർക്ക് നല്ലതെന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ. രാഹുലിനെക്കുറിച്ച് പറഞ്ഞ ഭാഷ ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുപോലെ പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചും പറയാതിരിക്കാൻ അവർ ശ്രമിക്കുക. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ മത്സരമാണ് ഈ മത്സരത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കും. എന്തായാലും അത്തരമൊരു പ്രതീക്ഷ തന്നെയാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ 24-ഒപ്പം പങ്കുവച്ചത്. അല്പസമയം മാത്രമാണ് അദ്ദേഹം സംസാരിക്കുള്ളൂ എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നത്തെ യോഗത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. നേരത്തെ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഇല്ലെന്ന് വ്യക്തമാക്കി. പക്ഷേ ഇന്ന് സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് അത്തരമൊരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വയനാട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കെ.സി. ഇപ്പോൾ വ്യക്തമാക്കിയത് അത് അവരുടെ രാഷ്ട്രീയ തീരുമാനമാണ്. പക്ഷേ രാഹുലിനെ ആക്ഷേപിച്ച പോലെ പ്രിയങ്കയെ ആക്ഷേപിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ 24 പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, രാഹുലിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ വയനാട് മണ്ഡലം പ്രിയങ്കയിലൂടെ നിലനിർത്തുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ 24 മാത്രമല്ല, LDF എടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച് പറയാൻ താൻ ഇപ്പോൾ ഇല്ല. അവർ സ്ഥാനാർത്ഥിയെ നിർത്തുകയോ നിർത്താതിരിക്കുകയോ ചെയ്യട്ടെ, അത് LDFന്റെ തീരുമാനമാണ് എന്നുകൂടി കെ.സി. വേണുഗോപാൽ ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജവുമായി സംസാരിച്ചപ്പോൾ പറയുന്നുണ്ട്. ഏതായാലും കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ എത്തിച്ചു. ഏതായാലും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രിയങ്കയുടെ കന്നി മത്സരമാണ് വയനാട്ടിൽ നടക്കാൻ പോകുന്നത്. രാഹുലിനേക്കാൾ മികച്ച വമ്പൻ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചു കയറുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് റായ്ബറേലി നിലനിർത്താനും വയനാട് ഒഴിയാനുമുള്ള സുപ്രധാനമായ തീരുമാനം രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്നത്. അവിടെ പ്രിയങ്ക ഗാന്ധി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പെൺകുട്ടിയാണ്, പോരാടാൻ ഇറങ്ങുകയാണ്. അങ്ങനെ പോരാടാൻ ഇറങ്ങുന്ന പെൺകുട്ടിക്ക് രാഹുലിനേക്കാൾ മികച്ച വിജയം വയനാട്ടിൽ ലഭിക്കും എന്ന ഭാവുകങ്ങൾ നേർന്നുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വാക്കുകൾ നമ്മൾ കേട്ടത്.